ഹലോ ഗൈസ്, നമസ്കാരം. ഇറ്റ്സ് സ്മൈൽ ബൈ ശ്രാവൺ അഗൈൻ. നമ്മൾ ഇന്നിങ്ങനെ വെറുതെ ഇരിക്കുക കേട്ടോ, വെറുതെ ഇരിക്കുക. ഒരു പ്ലാനും ഇല്ല. എന്തെങ്കിലും പ്ലാന് വരികയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് എന്താ പറയുക, വ്ളോഗ് ഇടാൻ വേണ്ടി പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണിത്. ഓക്കെ, ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകാം. നമ്മളെവിടെ പോകണം അറിയില്ല, പക്ഷെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാണ്. എത്തിയിട്ട് കാണാം. എന്നിട്ട് നമ്മള് ഒന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ എന്താ വിളിച്ചു, ആരെ ഇറങ്ങി വാടാ. അപ്പൊ നമ്മൾ ബോസ് വിളിച്ചാൽ വരാണ്ടിക്കോ, നമ്മളിറങ്ങി. അപ്പം ബോസ് അപ്പം എല്ലാരും പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചു. നമ്മളേതാ ഈ വണ്ടിയും കൂടി പോവാണ്. ശാരേച്ചി, സുധേച്ചി, ശ്രീലക്ഷ്മി ചേച്ചി, അഞ്ചാറൊക്കെ വീടെല്ലാം പൂട്ടി വരികയാണ്. ഗൃഹനാഥൻ, ഭാര്യ, വീട് പൂട്ടി വരികയാണ്. ബായ്. എന്തോട്ടൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ട്രിപ്പിനെ പറ്റി? എനിക്കൊരു ഐഡിയ ഇല്ല. അൻസാറിൻ്റെ ആണ് എല്ലാ പ്ലാൻ. അൻസാറിക്ക തീരുമാനിക്കും ഞങ്ങൾ അവിടെ പോകുന്നുള്ളത്. അതത്രേ ഉള്ളൂ. ഇക്ക ഒന്നും കൂടി ആ ഇക്കയുടെ ഷൂ കണ്ടോ നിങ്ങൾ? എന്താ ഷൂ, പളപള മിന്നുന്ന ഷൂ. പൈസക്ക് ഉണ്ട്. ട്രിപ്പ് പോകുന്നതിനെക്കാട്ടി മുമ്പേ തീറ്റ തുടങ്ങിയ പ്രണോയ് ഒന്നും തിന്നാണ്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന പ്രണോയെന്ന് ഒറ്റ ഇതൊന്നും പ്ലാനൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി. അപ്പോൾ ഇവരെല്ലാവരും റെഡി ആയിട്ടൊന്നുമില്ല. അതാ പ്രണവ് ഫുഡും കൂടി കഴിച്ചില്ല. ഞാൻ ഉച്ചക്ക് ഫുഡും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. സോ നോക്കാം ഇനി എന്താ പറയുക, ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്ന ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവും. ഇതേപോലത്തെ ഫ്രണ്ട്സിനും വേണം. അപ്പം എല്ലാവരും എൻജോയ് ആക്കാം. ട്രിപ്പിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ കാണുന്നതായിരിക്കും. ഞാൻ മൈക്കും ട്രൈപ്പോഡും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി പറഞ്ഞ ആൻഡറിനോട് സംഭവം. പക്ഷെ അത് ഇവിടെ ഇല്ല. ഒറ്റമൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് പ്ലാൻ ആക്കാൻ ഒന്നും പറ്റിയില്ല. സോ മൈക്കില്ല. ഈ വീഡിയോയിൽ നമുക്ക് മൈക്കില്ല. സോറി. നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഉണ്ടാവും. ബൈ. ഇക്കയുടെ BM-ലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് ഇക്കയുടെ BM. അതല്ലേ ഇക്കേൻ്റെ BM? അതാണ് തെറ്റിപ്പോയി. അതിലേതോ ഒന്നാണ് ഇക്കേൻ്റെ BM. ഗൈസ്, ഇവിടെ മുട്ടായിക്ക് വേണ്ടിയുള്ള ഐഡിയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. മുട്ടായിക്ക് വേണ്ടിയുള്ള ഐഡി. 2 പൗണ്ട് ഒന്നും തരാൻ പറ്റില്ല, വേണം വാങ്ങാം. നമ്മൾ മുട്ടായിക്ക് വേണ്ടിയുള്ള അടിയാണ് കാണുന്നത്. എന്തോട്ടെ ഒന്ന് തുറന്ന. നമ്മൾ ബാഗ് വെച്ച് സെറ്റപ്പാക്കി പോവാൻ നിൽക്കുകയാണ്. എല്ലാം സെറ്റാണ്. ഇക്കയുടെ BM അതാണ് കേട്ടോ. അതാണ് ഇക്കയുടെ BM. ഓക്കെ, വണ്ടിയിൽ കയറിയിട്ട് ബാക്കി നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഭർത്താനാണ് വണ്ടി ഓടിക്കുന്നത്. KSMYM അതാണോ മാപ്പ് ലാൻഡുഡിനോട് ഇപ്പൊ ഞാൻ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യും. ഏതാ സാധനം നമുക്ക് അറിയില്ല. ഏതോ ലാൻഡുഡ് പറയുന്നുണ്ട്, അറിയില്ല. പ്രണോയാണ് മെയിൻ. ഓഫ് ദ ഗ്രിഡ് ഇതൊന്ന് ഓഫ് ചെയ്യും. ബാക്കിലാണ്. ത്രില്ലിലാണ്. ഇപ്പൊ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വരികയാണ് അല്ലേ?
എങ്ങനെയുണ്ടായിരുന്നു ആ പാർട്ടി? നല്ലതായിരുന്നു. എന്താണ് നമ്മളെ റിവ്യൂ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. തല്ലിക്കൊല്ലും. എന്നോട് ഇതേപോലെ എടാ ശ്രാവ നീ എടുത്ത് നിന്നെ ഞാൻ തല്ലുകൊല്ലും എന്ന് പറഞ്ഞ ആളാണ്. ഇറക്കിയിട്ട് പോയാലോ? നോ, എവർട്ടൺ നമ്മൾ ഗോഡിസൺ പാർക്ക് സ്റ്റേഡിയത്തിന്റെ സൈഡിലേക്ക് കൂടെ കേട്ടോ. ഇതാട്ടോ ഗോഡിസൺ പാർക്ക്, എവർട്ടൺ ഗോഡിസൺ പാർക്ക് കേട്ടോ. കാണാത്തവർ കണ്ടോളൂ കേട്ടോ. ഇവിടുന്ന് ഈ സീസൺ കഴിഞ്ഞാൽ എവർട്ടൺ മാറുകയാണ്. എവർട്ടൺ അടുത്ത പുതിയ സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കാണാത്തവർ കണ്ടോളൂ. നാട്ടിലെ ഫ്രണ്ട്സിനാട്ടോ പറയുന്നത്, ഞാൻ ഇവിടുത്തെ ഫ്രണ്ട്സിനല്ല. ഓക്കെ, എവർട്ടൺ ഫാൻസ് ഉണ്ടെങ്കിൽ ഇതാ ഗോഡിസൺ പാർക്ക്. ഇത് V5 എഞ്ചിനാണ്. അപ്പോൾ V5 എഞ്ചിൻ, നമ്മൾ V3 ഓൺ ബാക്ക്. V5 എഞ്ചിനാണെന്നാണ് അനന്ത് പറഞ്ഞു പ്രണയേട്ടൻ പറയുന്നത്. ഈ ട്രിപ്പ് മിസ്സായവർക്ക് വമ്പൻ നഷ്ടമായി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വ്ലോഗ് ഇട്ട് എല്ലാവരും ഇത് കാണിക്കുന്നതായിരിക്കും. മിസ്സായവർ ഇത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. ഓക്കെ ഗൈസ്, നല്ല റോഡാണ് ഗൈസ്. എന്താ റോഡ് ഇതെല്ലാം നാട്ടിലേക്ക് എപ്പോൾ വരുന്നുണ്ട് അതെനിക്കറിയാം. എന്നാലും അപ്പോൾ നമ്മൾ ഈ ഡ്രൈവിംഗ് കൾച്ചർ കണ്ടു പഠിക്കേണ്ടതാണ് ഗൈസ്. നമ്മൾ നാട്ടിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ കണ്ട സൂം ചെയ്യാം. കണ്ടോ ഈ ചേട്ടൻ വരുന്നത് കണ്ടോ? എന്താ ലേക്ക് എടുത്ത് നമുക്ക് ഞാനിപ്പോ ഹോട്ടലിൽ നോക്കിയപ്പോ ഒരു ഹോട്ടലുണ്ട്. ഒറ്റ റൂമിന് 9 ബെഡ് ആയിട്ട് ഡോമെട്രി. അത് വേണോ അതോ ബീച്ച് പൂള് ഉള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണോ? ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയാണ്. ആ ട്രിപ്പിന് പറ്റിയ മഴ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പിന് വരുമ്പോൾ ഒരു ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ അതൊരു രസം. ഓക്കെ, എന്താ രസം കാണാൻ. പശുമ്പനെ കാണിച്ചോടക്ക്. പശുമ്പനെ കാണാനില്ല. പശുമ്പനെ കാണാൻ പക്ഷെ ഞാൻ പറയാം, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഒരു ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ അതൊരു മൂടാണ്. ഏത് ട്രിപ്പ് പോകുമ്പോ ചെറിയൊരു വെയിലുണ്ടെങ്കിൽ ഞാൻ പറയാം, വെയില് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വെയിലുമാണ്. ഇപ്പൊ വണ്ടിയിൽ പോകുന്ന ഒരു ചെറിയ മഴ ഉണ്ടെങ്കിൽ അതൊരു മൂടാണ്. ആ ശരിയാണ്, ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു പാടേക്കും. അല്ലാതെ നീ ഫുട്ബോൾ കളിക്കുമ്പോ മഴ പെയ്ത് പാടാണോ മഴ? ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മൂടല്ലേ, ഒരു പാട്ട് വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ സ്റ്റിയറിംഗ് കൊടുക്ക്. പോയി അവിടെ ഇരിക്കും. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വൈ പഠിക്കാം. ലൈസൻസ് ആക്കട്ടെ. എന്നിട്ട് നമ്മളൊരു പൊളി പൊളിക്കുന്നുണ്ട്. ഏത് അപ്പോ ഇതാണ് പ്രണോട്ടൻ. നമ്മളെ ഷൈയാണ്, ഇൻട്രോവേർട്ടാണ്. എനിക്ക് എന്റെ പ്രൈവസി വേണം ഗൈസ്. ഇവരെനിക്ക് തരുന്നില്ല. എനിക്ക് എന്റെ പ്രൈവസി തിരിച്ചു തരും. നമ്മൾ പ്രൈവസി കൊടുക്കാണ്ടില്ല. പ്രണോട്ടന്റെ കളികൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മൂഡിൽ ഇതെങ്കിൽ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് എന്തായാലും. അപ്പം നമ്മളിനി എന്തായാലും റൂം എത്തി റൂമിൻ്റെ കാര്യങ്ങൾ കാണാം. എന്താ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ സ്ഥലങ്ങൾ അധികം വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് രാത്രിയാവുമ്പോൾ എത്തുമ്പോൾ വെയിൽസിലേക്കാണ് പോകുന്നത്. നമ്മൾ ലിവർപൂളാണ് നിൽക്കുന്നത്. ലിവർപൂളിൽ നിന്ന് വെയിൽസിലേക്ക് 1 hour ഡിസ്റ്റൻസ് ഉണ്ട്, 1.5 hours ഉണ്ട്. സോ നാളെ ആയിരിക്കും ഫുൾ സൈറ്റ് സീയിങ് ചെയ്യും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെന്തായാലും നമ്മൾ എല്ലാം എടുക്കുന്നതായിരിക്കും. റൂം എത്തിയിട്ട് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അൻസാർക്ക് ആൻഡ് ടീം ബാക്കിലുണ്ട്. അവരെന്തായാലും അവിടെ എത്തിയിട്ട് അവരെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, നല്ല രസമാണ് ഗായ്സ്. നിങ്ങൾ കണ്ടോ ഇത്? എന്ത് രസമായിട്ടാണ് വേറെ റോഡ് സൈഡുകളിലെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മഞ്ഞപ്പൂക്കൾ കണ്ടോ? മഞ്ഞപ്പൂക്കൾ. ഒരു ചേട്ടൻ പൊളിക്കാണ്. മരത്തോട്ട് ചവിട്ടി പിടുകയാണ്. നമ്മളിതാ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. ഇത് ലിൻലാൻഡ് ബീച്ച്. ഈശ്വര, വായിൽ കിട്ടാത്ത വരുന്നത് വെയിൽസാണ് ഇത് ഭാഷ. അതുകൊണ്ടാണ് വെയിൽസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നല്ല ഹോട്ടൽ. ഇതൊക്കെ ഹോട്ടലാട്ടോ വെയിൽസിലെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഹോട്ടലാണ്. ഇത് നമ്മളെ ബീച്ച് കാണിച്ചു തരാം. നമുക്ക് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഗായ്സ് സോറി ഫോർ ദിസ് ടൈം ഓൾസോ ലൈക്ക് ഞാൻ എന്താണ് പറയുക, എൻ്റെ മൈക്ക് സാധനം ഉണ്ട് കയ്യിലുണ്ട്, അത് ഞാൻ മറന്നതാണ്. പക്ഷേ ഇത് പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണ്, അതാണ് പറ്റിയത്. കണ്ട ഇതാണ് വെയിൽസിലൊരു ബീച്ചാണ് കേട്ടോ. പേര് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വായിൽ കിട്ടുന്നില്ല. നല്ല സെറ്റപ്പുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, അന്നേരം നമ്മൾ ലോഗൊന്നും സ്റ്റാർട്ട് ചെയ്യാത്തതൊന്നും എടുത്തിട്ടില്ല. കുറേ രണ്ടുമൂന്നോട്ടം വന്നിട്ടുണ്ട് ഇവിടെ മുമ്പ്. നൈസ് ലുക്കുള്ള ബീച്ചാട്ടാ. വന്ന സമയത്ത് ഇവിടെ എല്ലാം ഇറങ്ങി കളിക്കും കാര്യങ്ങളെല്ലാം ചെയ്ത ലിൻലാൻഡ് ബീച്ച് അങ്ങനെ എന്തോ, ലിൻലാൻഡ് അങ്ങനെ എന്താ അതിൻ്റെ പേര്. നല്ല വ്യൂ ആട്ടാ. ഇതാണ് സാധനം. നമ്മളെ ടീം ഇതാ അവിടുന്ന് പാർക്കിങ്ങിൻ്റെ വെച്ച ഫീസ് കൊടുക്കുക കേട്ടോ. എന്താട്ടെ ടീം ഗെയിം യോ ബിഗ് ബി ആഹാ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. നല്ല എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ സ്പ്രിങ് തുടങ്ങി സമ്മർ സ്റ്റാർട്ടായി, ബട്ട് ജാക്കറ്റ് എടുത്തില്ല. പക്ഷെ ഇന്നിതാ മഴയാണ്, 2 ദിവസമായിട്ട് മഴക്കാറാണ് UK മൊത്തം. മഴക്കാറ് ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടുണ്ട്. പക്ഷെ നല്ല ക്ലൈമറ്റ് ആണ്. ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഇഷ്ടമാണ്. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഈ ക്ലൈമറ്റ് ഇഷ്ടമല്ല കേട്ടോ. സത്യം ഇത് വേറെ കാര്യം. വലിയ ചർച്ചയിലാണ് കഴിച്ചു, വലിയ ചർച്ചയിൽ. നമ്മൾ അൻസാർക്കേനും ടീമിനും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവർ ഓൺ ദ വേ ആണ്. നമ്മൾ വന്ന വണ്ടി നമ്മളെ ഭരതേട്ടനാണ് നമ്മളെ സാരഥി. അപ്പോൾ അതാണ് എന്ത് പറയാനുണ്ട് നമ്മളെ പുതിയ സംരംഭത്തെ പറ്റി. ഓ ഭരതേട്ടൻ കഴിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ ആനന്ദേട്ടനുണ്ട്. ആനന്ദേട്ടൻ ഫുള്ള് സെറ്റപ്പാണ്, ഫുൾ ക്യാപ്പെല്ലാം ഇട്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബോർഡ്സ് ആയിരിക്കുമല്ലോ. ഇംഗ്ലീഷ് ബോർഡ്സ് ഉണ്ടാവും. അതിൻ്റെ മേലെ തന്നെ വെയിൽസ് ആട്ടോ ഇത് എഴുതി വെച്ചത്. താൽഷ്യാമ വർത്തമീറ്റർ എനിക്ക് എന്താ വായിക്കേണ്ടത് അറിയില്ല. പേ ഹിയർ അറ്റ് മീറ്റർ ഡിസ്പ്ലേ ടിക്കറ്റ്. ഓക്കെ, നമ്മളെ പാർക്കിംഗ് ഫീസ് കൊടുക്കണ്ടേ, പാർക്കിംഗ് ഫീ കൊടുക്കേണ്ട മെഷീനാട്ടോ ഇത്. അതാ അവർ നമ്മളെ ടീം അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വണ്ടി വരുന്നുണ്ട്, വണ്ടി പോയിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഓക്കെ, നമ്മളെ എന്താ പറയുക, ഇങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഇത്. ഈ ബീച്ച് ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. വന്നുകൊണ്ട് നിൽക്കുകയാണ്. അൻസാർക്കേനും ടീമിനും കാത്തിക്കുക. ലാഗാണ് അവർ 8 മിനിറ്റും കൂടി എടുക്കും പറഞ്ഞുകൊണ്ടേക്ക് എത്താൻ. നമ്മൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ബീച്ച് അവിടെ ടീം ഫുട്ബോളും മറ്റേ പോകുന്നുണ്ട്. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാറ്റടിക്കോ സൗണ്ട് കേൾക്കാണ്ടിരിക്കോ സംശയം ഉണ്ട് എനിക്ക്. എന്നാലും ഞാൻ പരമാവധി ഒച്ചത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓ തണുക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു ജലദോഷമുണ്ട്. ഇന്നലെ തുടങ്ങിയതാ. നല്ല നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ് കേട്ടോ വെയിൽസ്. നല്ല കൺട്രിയാണ്. സോ ചെറിയൊരു കൺട്രിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം എല്ലാവരും പറ്റുന്ന പോലെ UK വന്നാൽ കാണുക. ഓക്കെ, നമ്മളെ എന്താ പറയുക, ലൈഫിൽ ഇതെല്ലൊക്കെ ഉണ്ടാവും നമ്മളെ കയ്യിൽ മെമ്മറീസായിട്ട്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പരമായിട്ടായാലും ഇവിടെ വരാൻ പറ്റുന്നവരെല്ലാം എൻജോയ് ചെയ്യുക ലൈഫ്. ഇതാ ഇവിടെ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റാൾസ് ഉണ്ട്. ഓക്കെ, വേറൊരു കാര്യം പറയാനുള്ളത്, എന്ത് നീറ്റാണ് നോക്കി, എന്ത് നീറ്റാണ്, എത്ര വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ച് വെച്ച് നോക്കിയാൽ. നല്ല ക്ലീനാട്ടോ, നല്ല ക്ലീനാണ്. അപ്പം നമ്മൾ കാറിന് കഴിച്ച മുട്ടായി പിന്നെ കാര്യങ്ങളും വീഴ്ചയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളത് കാറിലെന്നെ ഇടാണ്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ശീലിച്ച കുറേ കാര്യങ്ങളൊരു കാര്യം കേട്ടോ. ലിറ്ററിൽ ഇടുക എന്നുള്ള രീതി നാട്ടിൽ ചെയ്യില്ല എന്നല്ല കേട്ടോ പറയുന്നത്. നാട്ടിൽ പോയി നമുക്ക് വേസ്റ്റ് ഇട്ട് കിടക്കാമെന്നല്ല, നാട്ടിലായാലും അങ്ങനെ തന്നെ. ചെറുപ്പത്തിൽ നമ്മൾ എന്താ പറയുക, ARC പോലത്തെ അല്ലെങ്കിൽ NSS പോലത്തെ അതെല്ലാം പരിപാടിക്കെല്ലാം പോയിട്ട് നമുക്ക് ആ ഒരു വേസ്റ്റ് ഇടൽ ആ ഒരു സംഭവമില്ല. നമ്മൾ വേസ്റ്റ് കൊട്ടയിലെ കാര്യങ്ങളെല്ലാം ഇടല്ലോ, നമ്മൾ വൃത്തി കിടക്കാറില്ല. എന്നാലും ഇവിടുത്തെ വൃത്തി നിങ്ങൾ നോക്കുക, എല്ലാവരും നല്ല ക്ലീനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളെ വേസ്റ്റ് ലിറ്ററിലിട്ട് ചെയ്യുകയാണ്. യെസബ്രിൽ എന്നാണ് ഇവിടുത്തെ ലിറ്ററിന് പറയുന്ന പേര്, വേസ്റ്റ് ബിന്നിന് പറയുന്ന പേര്. ഇവിടെ ഒരു അപ്പാപ്പനുണ്ട്, മൂപ്പര് എന്തോ ചെയ്യുന്നുണ്ട്. മൂപ്പര് എന്താ സംഭവം നമുക്ക് അറിയില്ല.
എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ? എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സംഭവമാണ് മൂപ്പര്. എന്തോ വലിയ സംഭവമാണ് ഇവിടുത്തെ. മേ ബി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്തെങ്കിലും പണ്ട് ഈ ബീച്ചിലിരുന്ന് കളിക്കുന്ന പിന്നെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്ത ആരെങ്കിലും ആവാം. എന്താ പറയണ്ടേ, എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ എന്താ പറയുക, കിട്ടിയ ജംസ് ആട്ടോ അവർ ഓൾവേസ്. സോ കീപ് ഓൾവേസ് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾസ് ഇൻ യുവർ സോൺ. ഓക്കെ, നമ്മളാ നെക്സ്റ്റ് ടീം എത്തിയിരിക്കുന്നു. ഓക്കെ, ആ ടീം എത്തിയിരിക്കുന്നു. ശ്രുതിയേച്ചി ശ്രുതിയേച്ചിയാണ് ഡാൻസ് കളിക്കുന്നത്. ശ്വേതേച്ചിയാണത്. ശ്രീലക്ഷ്മിജി, അൻസാർക്കാണ്. നമ്മൾ ഇക്കയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഇക്ക ഇക്ക പറങ്ങും മാസുഡാ ടടൻ 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 ടൻ 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 ടടൻ ടടൻ ടൻ. ഇക്ക അൻസാർക്ക ഇക്ക നോക്കിക്ക. അൻസാർക്ക ആറ്റിറ്റ്യൂഡിലാണ് ഗൈസ്. അപ്പോൾ ഇക്കയും ടീം ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും അവരിപ്പോൾ ഇനി റോഡിലും ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരട്ടെ. ടീം വരും കേട്ടോ, ഇക്ക് ടീം വരുന്നുണ്ട്. ഈ ശീലങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇല്ല കേട്ടോ. ഈ ശീലങ്ങൾ വെറും നമ്മളെ ടീമിനേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ ആരും കണ്ടുപിടിക്കും. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഫുൾ ടീം ഇക്ക മാസലോടെ വണ്ടി എടുത്ത് മാസലോടല്ല, അത് നമുക്ക് നാവും പിഴക്കും കൊടുക്കരുത്. സ്വാഭാവികമായിട്ടും പിഴക്കും. ഇല്ല നമ്മള് നല്ല കുട്ടിയാണ്. ഇക്കാണ് നമ്മുടെ പ്രചോദനം. നമ്മളെ മെയിൻ ആളാട്ടോ. നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ട് വാച്ചിങ് എല്ലാം. പിന്നെ ശ്രീലക്ഷ്മി ചേച്ചി അപ്പോൾ TV വെച്ച് കാണുന്നത്, നമ്മളെ വ്ലോഗ് കാണുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ വ്ലോഗ്? അടിപൊളി. ചേച്ചി കാണാനില്ലേ? സബ്സ്ക്രൈബ് നമ്മളെ വ്ലോഗ് എങ്ങനെയുണ്ട്? ഞാൻ കണ്ടു. ഞാൻ ടു ബി ഓണസ്റ്റ് നമ്മൾ ജയിച്ചു. ലിറ്ററലി ഫുഡ് കഴിക്കാൻ നേരത്തെ വെറുതെ എന്തെങ്കിലും ഇരുന്ന് കാണണ്ടേ, അങ്ങനെ ഒന്ന് കാണും. ജയിച്ചു. ഇനി അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ വെയിൽസിന്റെ ഫ്ലാഗ്. അത് അഭിമാനത്തോടു കൂടി പറന്നുയരുകയാണ്. ഫ്ലാഗ് ഞാൻ പറഞ്ഞപ്പോഴേ ഫ്ലാഗ് കുടുക്കി ഗൈസ്. സോറി ഗൈസ്, നോട്ട് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ഫ്ലാഗ് അഭിമാനത്തോടെ ഫ്ലാഗ് പറന്നുയരുകയാണ്. ഡ്രാഗൺ ആണ് വെയിൽസിന്റെ ഫ്ലാഗിൽ ചിഹ്നം. ഓക്കെ ഗൈസ്, വാലുള്ള ഡ്രാഗൺ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ അൻസാർക്ക് പാർക്കിംഗ് ഫീ കൊടുക്കുകയാണ്. എന്താണ് നോക്കൂ, സ്ട്രെയിറ്റ് മനുഷ്യനടാ, സ്ട്രെയിറ്റ് മനുഷ്യൻ പാർക്കിംഗ് ഫീ കൊടുക്കുന്നു നോക്കൂ. ഗുഡ് ബൈ. ഇതെല്ലാം ചെയ്യണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിച്ചിട്ട് പോകും. സോ ഗൈസ്, നമ്മൾ എടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ പറഞ്ഞു, പ്രണവേട്ടൻ പറഞ്ഞു എടുക്കണ്ടാണ്. ഇതെന്താ വായിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ ആയിരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തില്ല കേട്ടോ, നമ്മൾ നടക്കുകയാണ് എടുക്കാണ്ട്. നമ്മൾ ഗുഡ് ഗൈസ് ആണ് ഗൈസ്. നമ്മൾ ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ് ആണ് ഗൈസ്. ഇവിടെ ഒരു ഹട്ടിലേക്ക് നടക്കുകയാണ് ഗൈസ്. സിനിമയിലെ കണ്ടില്ലേ കറങ്ങുന്ന ക്യാമറ? ഒരാൾക്കൊരു 35 കൊണ്ട് വെച്ച് വരും. പക്ഷെ എനിക്ക് ആംബിയൻസ് ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊരു ഒച്ച വയ്ക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ്. അതിന് റൂം വേണ്ട. കിട്ടുന്നില്ല നമുക്ക്. പേരാണ് ലാൻഡ്. അത്രേ ഉള്ളൂ. നല്ല കാറ്റടിക്കുന്നുണ്ട് ഗായ്സ്. നമ്മള് കടലിലേക്ക് പോവുകയാണ്, കടലിലേക്ക് ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട്. ഇവരെല്ലാവരും ഷൂ ഇട്ടിട്ടുണ്ട്. ഞാൻ മാത്രം നോക്ക് പെട്ടെന്നുള്ള ട്രിപ്പിൽ ഞാൻ ചെരുപ്പെടുത്തിട്ട് വന്നു ഗായ്സ്. ആ കമ്മിറ്റ്മെന്റ് ആ ഒരു കാര്യത്തിൽ എന്താ ചെയ്യാ? എല്ലാവരും എന്നെ സമ്മതിക്കണം ഗായ്സ്. എന്താണ് ചെയ്യാ? കൂടി നടക്കാണ്. പ്രണവേട്ട പ്രൈവസി വേണമെന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈവസി കൊടുക്കാം, നമുക്ക് വിഷയമില്ല. ഏത് മൂഡ്. ഇവിടെ നല്ല എന്താ പറയുക, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഇടില്ലേ ഫുള്ള്
പെമ്പിളർ ഉണ്ടാവും, ബ്രിട്ടീഷ് പെമ്പിളേഴ്സ്. അവർ നല്ല വൃത്തി സൺ ബാത്ത് ചെയ്യാനും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ ഇന്നിപ്പോൾ അവിടെ ആരും ഇല്ല. വെറുതെ പറഞ്ഞാട്ടോ നമുക്കതൊന്നും അറിയില്ലേ. നമ്മള് ലിവർപൂളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പ്രണോയ് പക്ഷെ പറഞ്ഞിട്ടുണ്ട്, പ്രണോയുടെ എന്നോട് പറഞ്ഞത്, എടാ ഇവിടെ നല്ല ചൂടുള്ള സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് വന്ന ഇവിടെ ഫുള്ള് ചിക്സുകളായിരിക്കും എന്നോട് പറഞ്ഞു. അതെ, വളരെ ശരിയാണ്. ബട്ട് ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് വളരെ ഓപ്പോസിറ്റിലായുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും കാണാൻ പറ്റൂല കേട്ടോ. സോറി ഗൈസ്. ലാൻഡ് എന്നാ ഇത് ബീച്ച്, ആ ബീച്ചിൽ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെ റൂമിലേക്ക് പോവാണ് കേട്ടോ. നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. അതൊരു ബങ്ക് ഹൗസാണ് കേട്ടോ. ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഹൗസാണ്. നമ്മൾ അവിടെ എത്തി നല്ല വൃത്തിക്ക് കാണിക്കാം. രാത്രി കാണിക്കാൻ പറ്റുമോ അറിയില്ല. ഞാൻ എന്തായാലും രാവിലെ നല്ല അടിപൊളിയായിട്ട് കാണിക്കുമല്ലോ. ഓക്കെ, ആ ബീച്ചിൻ്റെ ഇവിടെയുള്ള ഹോട്ടൽസ് നല്ല ലൈറ്റപ്പ് എല്ലാം ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മളപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകണം. വിശക്കുന്നുണ്ടൊന്നും കഴിച്ചിട്ടില്ല. സോ ഇവിടെയാണ് നമ്മളെ ജാനുവരി കാര്യങ്ങളെല്ലാം. വണ്ടി കയറുന്നില്ലേ? യെസ്. സോ നമ്മൾ വണ്ടിയിട്ട് കയറാൻ പോവാണ്. കാണാം. ഇതാണ് പോകേണ്ട വഴി എന്ന് പറഞ്ഞ് ഗൈസ്, നമ്മുടെ റൂമിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഡിഫൻഡറിലാണ് കേട്ടോ റൂമിൽ വന്ന്. നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റി. ആ ലെഫ്റ്റ് തന്നെ എടുത്ത് നമ്മള്. എന്റെ സ്ട്രെയിറ്റ് തന്നെ എനിക്ക് പോകണ്ടേ. നമ്മൾ അതിന് മുമ്പിൽ ചെന്നിട്ട് പുള്ളിക്കാരി ഡിഫൻഡറിൽ വന്നത് നമുക്ക് വഴി കാട്ടി തരുവാണ് കേട്ടോ. കാരണം അവർക്ക് മനസ്സിലായി വഴി കിടക്കുമെന്ന്. അവർക്ക് അറിയാലോ. താഴെ നിൽക്കാനായിരുന്നു പറഞ്ഞത് ആക്ച്വലി. എവിടെ? പബ്ബിന്റെ അവിടെ. പുള്ളിക്കാരി അത് പോസ്റ്റ് കോഡ് ഇട്ടിട്ടില്ലല്ലോ. പോസ്റ്റ് കോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ പോസ്റ്റ് കോഡ് ഇല്ലാടാ. അഡ്രസ് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ ഉള്ളൂ. അതാ പുള്ളി ചിലപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. നല്ല റിച്ച് ടീമാ ഡിഫൻഡർ. ഓ അത് ബ്ലാക്ക്. ഓ സിംഗിൾ ഡോർ അത് ശ്രദ്ധിച്ചാ? ടു ഡോറാ. നല്ല കിടക്കാച്ചുണ്ട്. നല്ല അതിന്റെ ഹൈറ്റ് കിട്ടില്ലേ ഇവര് ടു ഡോർ എടുക്കണ എന്താ ഇതെന്ന് ഒരു കൊച്ചും ഇവർ രണ്ടുപേരും അങ്ങനത്തെ നമ്മളിവിടെ എത്തിയപ്പോൾ തിരിച്ചു പോയേ. ഇല്ല, നമ്മളിത് കയറി ഈ വണ്ടിയുടെ മുമ്പിൽ. ഓക്കെ, നേരെ പോയ ഈ പറഞ്ഞ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇല്ലല്ല, റോഡുണ്ട്. ഈ റോഡ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ കേട്ടോ. ഓർഡർ ഡിഫൻഡ് റൂം. അതെ, ഇത് ഓഫ് റോഡാണ് ഗൈസ്. BM കൊണ്ട് ഓഫ് റോഡ് കയറുകയാണ് നമ്മൾ. എത്തി ഗൈസ്, എത്തി. വെളിച്ചം വന്ന നമ്മളൊരു ബഗ് ഹൗസിലേക്കാണ് പോകുന്നത്. ബഗ് ഹൗസ്. 3-5 ബങ്ക് ഹൗസ് ഉണ്ട്. പ്രൈവറ്റ് ഏരിയ. അവർക്ക് ഷട്ട് ചെയ്യാൻ പറ്റും മെയിൻ ഡോർ. ഇതൊരു നാഷണൽ പാർക്കിൻ്റെ ഉള്ളാട്ടോ ഈ ബഗ് ഹൗസ്. എന്ത് നാഷണൽ പാർക്കാ? എൽസോ ഐറി നാഷണൽ പാർക്ക്. വെയിൽസിലുള്ള ഐറി നാഷണൽ പാർക്കിൻ്റെ ലാൻഡ്ബറീസ്. കണ്ടിവർക്ക് ഇവിടെ കുറെ പ്രോപ്പർട്ടി ഉണ്ടാ. അവര് നല്ല റിച്ചാ. വെറുതെ അല്ല ഡിഫൻഡർ. നമ്മളെത്തിട്ടോ. ഇതാട്ടോ സ്ഥലം. നമ്മളെ ബങ്ക് ഹൗസിലെത്തി. നമ്മളിതാ കയറുകയാണ്. ആ സെറ്റപ്പ് സ്ഥലം. അല്ല വൈബാട്ടോ. നല്ല വൃത്തിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്ത് കിടക്കാൻ പോകുന്നത്, എന്താ നിൽക്കാൻ പോകുന്ന സ്ഥലം നൈസാട്ടോ. ബാക്കിയുള്ളതൊക്കെ അടച്ചിട്ടേക്കാം. അല്ലടാ, ഒരു ഇത് 8 പേർക്ക് കിടക്കാൻ പറ്റുള്ളൂ. റൂമുകൾ അടച്ചിട്ടേക്കാം. നമുക്ക് ആക്സസ് ഇല്ലാണ്ട്. നമ്മള് 10 പേർക്കാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ടാണ്. അതായിരിക്കും. അല്ലെങ്കിൽ നോർമലി ഇത് ബഗ് ഹൗസ് അത്ര കൊടുക്കുന്നുണ്ടാവും. അതായിരിക്കും. പണ്ടത്തെ റേഡിയോ കേട്ടോ. പണ്ടത്തെ റേഡിയോ കാണാത്തവര്. ഇവിടെ പിസ്സ ഉണ്ട്. മാർഗ്രേറ്റ് പിസ്സ ആക്കാൻ വെച്ചിട്ട്. ആ എന്താ ടേസ്റ്റ്?
ആര്യപ്പ നല്ല ചിപ്സ് ചിപ്സ് നല്ല ഭരണി വീഡിയോ ഈ പത്തിനൊക്കെ ഭരണി എടുത്തിട്ട് ഭരണി പൊക്കാൻ നോക്കുന്നതായിരുന്നു അതെന്താ മെഗ്ഡി സാധനങ്ങളെല്ലാം കഴിച്ച് മിക്സറും കാര്യങ്ങളും മാരറ്റിന്റെ പിസിയും കഴിക്കാൻ പോവാണ് ഗൈസ് വിത്ത് കോക്ക് കോക്ക് പട്ടാണി തീർന്ന എന്നെയൊന്നും പറഞ്ഞു എന്തുവാ അതെടുത്തോണ്ട് ഞാന് കൊക്കക്കോള് കുടിക്കാൻ പോവാ കേട്ടോ കൊക്കക്കോള കുടിക്കാൻ പോവാണ്. ഓക്കെ